പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാമു വസ്സലാത്തു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ 3 മിനിറ്റ് ടോപ്പിക്കിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അയൽപക്കത്തോടുള്ള കടമ എന്നതിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ്. നാം എവിടെ താമസിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക ആ വീട്ടിലെ സൗകര്യത്തെ പറ്റിയാണല്ലോ. എന്നാൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതിനേക്കാൾ പ്രാധാന്യം തൻ്റെ അയൽവാസികൾക്ക് നൽകണം എന്നാണ്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം നിർണ്ണയിക്കുന്നത് അയാൾ എങ്ങനെ തൻ്റെ അയൽവാസികളോട് പെരുമാറുന്നു എന്നതിലാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മാതാപിതാക്കളോടുള്ള കടമയോട് ചേർത്തുകൊണ്ടാണ് അയൽവാസിയോടുള്ള കടമയെപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്നത്. സൂറത്തുൻ നിസാ 36-ാം വചനത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവിൻ, അവനോട് ആരെയും പങ്കുചേർക്കാതിരിക്കുവിൻ. മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും അടുത്ത അയൽക്കാരോടും അകന്ന അയൽക്കാരോടും കൂടെ നിൽക്കുന്ന സ്നേഹിതനോടും നന്മയോടെ പ്രവർത്തിക്കുവിൻ. അടുത്തവരായാലും അകന്നവരായാലും പ്രത്യേകം പരിഗണിക്കപ്പെടണമെന്ന് ഈ ഒരൊറ്റ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അയൽപക്ക മര്യാദകളെക്കുറിച്ച് ധാരാളം ഹദീസുകളും ലഭ്യമാണ്. ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവർ തൻ്റെ അയൽക്കാരോട് നന്മയോടെ പ്രവർത്തിക്കട്ടെ എന്ന് നമ്മുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നതായി ബുഖാരി മുസ്ലിം ഹദീസ് നിവേദനം. അയൽക്കാരനായി യഹൂദിയുടെ മകൻ രോഗാവസ്ഥയിലായപ്പോൾ നബി തങ്ങൾ അവിടെ പോവുകയുണ്ടായി. തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം പോലും അയൽവാസിക്ക് പങ്കുവയ്ക്കപ്പെടുമോ എന്ന് ഭയക്കുമാറ് ജിബ്രീൽ അലൈഹിസ്സലാം തനിക്ക് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നതായി നബി തങ്ങൾ പ്രസ്താവിക്കുന്നത് താൻ കേട്ടിരുന്നുവെന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നതായി മുസ്ലിം ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരുടെ വാതിലാണോ നമ്മുടെ വീടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവർക്കാണ് പ്രത്യേകം പരിഗണന നൽകപ്പെടേണ്ടത്. അയൽവാസി മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ല എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാവുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽപക്ക ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസാരം, പ്രവൃത്തി, ശബ്ദം, മലിനജലം എന്നിവയൊന്നും അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലായിരിക്കരുത്. അവർക്ക് വല്ല അസുഖമോ പ്രയാസമോ ഉണ്ടാവുമ്പോൾ ആദ്യം എത്തിച്ചെല്ലേണ്ടത് നാം ആയിരിക്കണം. ഇസ്ലാം ഒരു വ്യക്തിഗത മതമല്ല, അതൊരു സാമൂഹിക മതം കൂടിയാണ്. അതിനാൽ അയൽവാസിയുടെ സമാധാനത്തിനും ക്ഷേമത്തിനും വേണ്ടി നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നല്ല മനുഷ്യൻ എന്ന സാക്ഷ്യം വഹിക്കുവാൻ നമ്മുടെ അയൽവാസിയിലൂടെ നമുക്ക് സാധിക്കണം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.